നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. സ്വന്തം പാത സ്വയം വെട്ടിത്തെളിക്കാൻ ധൈര്യമുണ്ടോ? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ. അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. കൊൽക്കത്തയിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച സുഭാഷിഷ് ചക്രവർത്തി കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. 1981 ബിസിനസ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കമ്പനി അയാളെ ബാംഗ്ലൂരിലേക്ക് അയച്ചു. പിന്നീട് ഈ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു കെമിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആരംഭിച്ചു. തപാൽ സർവീസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണം ഈ കമ്പനി നിർത്തേണ്ടി വന്നു. തപാൽ സേവനത്തിലെ പ്രശ്നങ്ങളും പോരായ്മകളും മനസ്സിലാക്കിയ സുഭാഷിഷ് അതിനൊരു പരിഹാരമായി 1990 ഒരു കൊറിയർ കമ്പനി സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഒരു കമ്പനി പൂട്ടേണ്ടി വന്നതിന്റെ സാമ്പത്തിക നഷ്ടം സുഭാഷിഷിനെ വല്ലാതെ ബാധിച്ചിരുന്നു. പിന്നീട് തന്റെ അമ്മയുടെ സ്വർണം വിറ്റുകിട്ടിയ 20,000 രൂപയുമായി ഒരു കൊറിയർ കമ്പനിക്ക് തുടക്കമിട്ടു. ഡെസ്ക് ടു ഡെസ്ക് കൊറിയർ ആൻഡ് കാർഗോ അഥവാ DTDC തുടങ്ങിയ പിറ്റേ വർഷം തന്നെ DTDC ഫ്രാഞ്ചൈസി മോഡൽ ആരംഭിച്ചു. 2006 എത്തിയപ്പോഴേക്കും രാജ്യത്തുടനീളം 3700 ഫ്രാഞ്ചൈസികളും 125 കോടി വിറ്റുവരവുമുള്ള സ്ഥാപനമായി DTDC മാറി. ഇന്ന് DTDCയെ ഇന്ത്യയുടെ കൊറിയർ ജെയിന്റ് എന്ന് വിശേഷിപ്പിക്കാം. പ്രതിബന്ധങ്ങളില്ലാത്ത ആശയമില്ല, അവയെ തകർത്തു മുന്നേറുന്നവരാണ് ട്രബിളൈസേഴ്സ്. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.